ദുരിതമീ ജീവിതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇൻസൈറ്റ്. പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴുന്നത് 2000-ലാണ്. ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയ ശേഷം തൊഴിലാളികളുടെ ദുരവസ്ഥ കണ്ട് തൊഴിലാളി യൂണിയനുകൾ ചർച്ച ചെയ്ത് തോട്ടം തൊഴിലാളികൾക്ക് വീതിച്ചു നൽകിയിരുന്നു. എന്നാൽ ഭാരിച്ച കൃഷിച്ചെലവ് തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കി. തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ഇതുവരെ ഒരു ഗവൺമെൻറ്റും കഴിഞ്ഞിട്ടില്ല. പീരുമേട് ടീ കമ്പനിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും ഇപ്പോൾ ജീവിക്കാൻ നിർവാഹമില്ലാതെ കിലോമീറ്ററുകൾ വണ്ടിയിൽ സഞ്ചരിച്ച് അവർ ഏലത്തോട്ടത്തിൽ പോയി പണിയെടുത്താണ് ഇപ്പോൾ ഉപജീവനമാർഗം നടത്തുന്നത്. കൊളുന്തിന് 16 രൂപ മുതൽ 23 വരെ വിലയുള്ളപ്പോൾ തൊഴിലാളികൾ നൽകുന്ന കൊളുന്തിന് ലഭിക്കുന്നത് 6 രൂപ മുതൽ 10 രൂപ വരെയാണ്. ജീവിതം ബുദ്ധിമുട്ടിലായ തേയിലത്തൊഴിലാളികൾ കൊളുന്ത് ഏജൻസികളുടെ ചൂഷണത്തിനും വിധേയരാകുന്നു. ഈ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ വരെ 7 രൂപ 6.5 രൂപ ഒരു മാസത്തിൽ ഇത് കളമില്ലി അടിച്ചില്ല ഇങ്ങോട്ട് കയറുക പോലും വേണ്ട, പാമ്പിനെ പിടിച്ച്. അതുപോലെ തന്നെ വളം ചെയ്യാതെ വല്ലതും കിട്ടുമോ? ഉടമയുള്ളപ്പോൾ ഇഷ്ടംപോലെ വളം ചെയ്യും. നമുക്കതുപോലെ മേടിക്കാൻ ഇത് കഞ്ഞി കുടിക്കാൻ പോന്ന, വളം മേടിച്ചിടാൻ പോന്ന, മരുന്നടിക്കാൻ പോന്ന, എന്നാൽ അടിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് ലഭിച്ച തോട്ടം ഭൂമിയിലെ കൊളുന്തെടുത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായപ്പോൾ തൊഴിലാളികൾ മറ്റു മേഖലകൾ തിരഞ്ഞുപോയി. എന്നാൽ തോട്ടത്തിലെ കീടനാശിനി പ്രയോഗവും മറ്റുമായി പലരും രോഗശയ്യയിലുമാണ്. ഇന്ന് പല കുടുംബങ്ങളും പട്ടിണിയിലുമായിരിക്കുന്നു. പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകൾക്ക് 3000-ലധികം ഏക്കർ ഭൂമിയിലായി 2500 സ്ഥിരം തൊഴിലാളികളും 1200 ദിവസവേതനക്കാരുമാണ് ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഇതിൽ പലരും രോഗം ബാധിച്ച് യഥാസമയം ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു കഴിഞ്ഞു. തേയിലയുടെ വിലക്കുറവും കൃഷിച്ചിലവും തൊഴിലില്ലായ്മയുമെല്ലാം തൊഴിലാളികളെ വലയ്ക്കുകയാണ്. ഇപ്പോൾ ഈ തോട്ടം പൂട്ടിയതുപോലായിട്ട് ഇത് 3ാമത്തെ സർക്കാർ അധികാരത്തിൽ കയറിയത്. പക്ഷേ ഈ 3 സർക്കാരുകളും ഇന്ന് തുറക്കും നാളെ തുറക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അതിനുവേണ്ടി ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. ഓരോ സമ്മേളനങ്ങൾ വരുമ്പോഴും ഇതൊക്കെ വരുമ്പോഴും തുറക്കും എന്ന് പറയുന്നത് അല്ലാതെ തുറക്കുന്നില്ല. തോട്ടം തുറക്കുമെന്ന വാഗ്ദാനം മാറി മാറി വന്ന സർക്കാരുകളുടെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. തൊഴിലാളികളുടെ ദുരിതം ദിനംപ്രതി വർദ്ധിക്കുകയും ചെയ്യുന്നു. തൊഴിലാളി കുടുംബങ്ങളുടെ കഷ്ടതയുടെ കൂടുതൽ റിപ്പോർട്ടുകൾ നാളെ ദുരിതമീ ജീവിതത്തിൽ. ദുരിതമീ ജീവിതം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇൻസൈറ്റ്.